ശ്രീ മാത്യു കുഴൽനാടൻ MLA തുറന്നുവിട്ട ഭൂതം വല്ലാത്ത മേഖലകളിലേക്കൊക്കെ പോകും എന്നുള്ളത് തിരിച്ചറിയേണ്ടതാണ്. അപ്പോൾ ഇത് 2018 വെള്ളപ്പൊക്കത്തെ സംബന്ധിച്ചാണ്. അപ്പോൾ 2018 ഞാൻ റിട്ടയർ ചെയ്തതിന് ശേഷം തിരുവനന്തപുരത്ത് പ്രസ് ക്ലബ്ബിൽ എന്നെ ഒരു പ്രസ് മീറ്റിന് വിളിച്ചിരുന്നു അവർ. അതിൽ ഞാൻ പോയി പങ്കെടുത്തു. ആ പ്രസ് മീറ്റിൽ ഞാൻ അന്ന് ഈ വെള്ളപ്പൊക്കത്തെ സംബന്ധിച്ചുള്ള ചോദ്യങ്ങളാണ് വന്നതും എല്ലാം. വെള്ളപ്പൊക്കത്തെ സംബന്ധിച്ചാണ് ഞാൻ സംസാരിച്ചതും. അപ്പം ഞാൻ അവിടെ അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത വിധത്തിൽ ഞാൻ അന്ന് പറഞ്ഞു, ദിസ് ഈസ് നത്തിങ് ബട്ട് എ മാൻ മെയ്ഡ് കലാമിറ്റി എന്ന് ഞാൻ പറഞ്ഞു. ജലബോംബുകളായ ധാരാളം അണക്കെട്ടുകൾ, അത് എല്ലാം വെള്ളം ശേഖരിച്ചതിൽ നിർത്തി, തുറന്നു വിടാതെ നിർത്തി, അവസാനം അതിൻ്റെ സംഭരണശേഷി കഴിഞ്ഞപ്പോൾ എല്ലാം കൂടെ ഒന്നിച്ച് തുറന്നു വിട്ടു. അങ്ങനെ ഈ പാവങ്ങൾ മുഴുവൻ, പാവങ്ങളെന്നല്ല, വെള്ളപ്പൊക്കം വന്നാൽ പണക്കാരായാലും പാവങ്ങളായാലും എല്ലാം എല്ലാവരുടെയും വീട്ടിൽ കയറി വളരെ കഷ്ടമായിട്ട് വളരെ ബുദ്ധിമുട്ടി. എന്തുമാത്രം നാശനഷ്ടങ്ങളുണ്ടായി, എന്തുമാത്രം സങ്കടങ്ങളുണ്ടായി. ഇവിടെ ആലുവ പ്രദേശം, അതുപോലെ തോട്ടപ്പള്ളി, ഇവിടെ മുഴുവൻ ഈ പ്രദേശങ്ങൾ മുഴുവൻ വെള്ളത്തിൽ മുങ്ങി. അപ്പോൾ ഇത് മാൻ മെയ്ഡ് കലാമിറ്റിയാണ് ഇതെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞപ്പോൾ അന്ന് ഞാൻ വളരെയധികം ആദരിക്കുന്ന ഒരു മുൻ ജഡ്ജി എൻ്റെ അടുത്ത് വിളിച്ചു പറഞ്ഞു, കമാൽ പാഷ ഇങ്ങനെ പറഞ്ഞത് ശരിയായില്ല, കാരണം അത് അണക്കെട്ടുകളില്ലായിരുന്നെങ്കിൽ ഇവിടെ എന്ത് സംഭവിച്ചാലും, ഞാൻ പറഞ്ഞ അണക്കെട്ടുകളില്ലായിരുന്നെങ്കിൽ വെള്ളം ഒഴുകിപ്പോയിക്കൊണ്ടിരുന്നേനെ, ഒരു പ്രശ്നവും വരത്തില്ല, ഇതുപോലെ വരത്തില്ല. ഈ 99 വെള്ളപ്പൊക്കം എന്ന് എൻ്റെ ഉപ്പുപ്പായും ഉമ്മുമ്മായും ഒക്കെ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. ആ 99 വെള്ളപ്പൊക്കം എന്ന് പറയുന്നത് അന്ന് കേരളം കണ്ടേക്കുന്ന ഏറ്റവും വലിയ വെള്ളപ്പൊക്കമായിരുന്നു. അത് ഏതാണ്ട് അതിനോട് കിടപിടിക്കുന്ന ഒരു വെള്ളപ്പൊക്കമാണ് ഈ 2018 ഉണ്ടായത്. ഇത് മാൻ മെയ്ഡ് കലാമിറ്റി ആണെന്നുള്ളതിന് എനിക്കിപ്പോഴും ഒരു സംശയമില്ല. ഇന്നിപ്പോൾ മാത്യു കുഴൽനാടൻ അത് വിളിച്ചു പറഞ്ഞപ്പോൾ അതിനെ സ്വാധൂകരിക്കുന്ന ഒരുപാട് തെളിവുകൾ അദ്ദേഹം പുറത്തുവിട്ടു. വേറൊന്നുമല്ല, നമ്മുടെ ജനതാദളിൻ്റെ മന്ത്രിയായിട്ടുള്ള ശ്രീ കെ കൃഷ്ണൻകുട്ടി ഇലക്ട്രിസിറ്റിയുടെ മന്ത്രിയാണ്, നമ്മുടെ വൈദ്യുത വകുപ്പ് മന്ത്രിയാണ് ഇപ്പോൾ. അദ്ദേഹം മന്ത്രി അല്ലാതിരുന്ന ഒരു കാലത്ത് മാത്യു ടി തോമസ് ആയിരുന്നു മന്ത്രി, ജലവിഭവ വകുപ്പ് മന്ത്രി, ഇറിഗേഷൻ. അപ്പോൾ ആ മാത്യു ടി തോമസിനെ കുറിച്ച് ശ്രീ കെ കൃഷ്ണൻകുട്ടി മറ്റൊരു ജനതാദളിൻ്റെ ഉയർന്ന നേതാവിനോട് പറയുന്ന വർത്തമാനമാണ് മുഴുവൻ റെക്കോർഡ് ചെയ്ത് ഇവിടെ കേൾപ്പിച്ചേക്കുന്നത്. അപ്പോൾ അത് കൃഷ്ണൻകുട്ടിയുടെ ശബ്ദമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് കേട്ടിട്ട് എനിക്ക് കൃഷ്ണൻകുട്ടിയുടെ ശബ്ദമായിട്ട് എനിക്ക് തോന്നുന്നു. പിന്നെ ചാനലിൽ ശ്രീ PG സുരേഷ് കുമാറും അതുപോലെ തന്നെ വേറെ ആ വാർത്ത റിപ്പോർട്ട് ചെയ്ത ആളും എല്ലാം പറയുന്നത് അദ്ദേഹത്തിൻ്റെ ശബ്ദമായിട്ടാണ് തന്നെ തോന്നുന്നത്. അതുകൊണ്ടുണ്ട് ഇനി അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് അതിൻ്റെ ഉറപ്പ് വാങ്ങണം. അത് പറഞ്ഞ കാര്യങ്ങളെന്ന് പറയുന്നുണ്ടല്ലോ, ആ ശബ്ദരേഖയ്ക്കകത്ത് പറഞ്ഞ കാര്യങ്ങൾ വളരെ ഗൗരവമുള്ളതാണ്. അപ്പോൾ അതിൽ ശ്രീ കെ കൃഷ്ണൻകുട്ടിയുടെ ശബ്ദം, ആ ശബ്ദത്തിൽ പറയുന്നത് ഇനി അത് യഥാർത്ഥത്തിൽ സാധൂകരിക്കേണ്ടതായിട്ടുണ്ട്. അത് കൃഷ്ണൻകുട്ടിയുടെ ശബ്ദമാണോ ഇല്ലയോ എന്നുള്ളത് ചോദിക്കാനായിട്ട് കൃഷ്ണൻകുട്ടിയെ ഇവർ കോണ്ടാക്ട് ചെയ്തു, ഫോൺ എടുത്തില്ല, കിട്ടിയില്ല. അതുപോലെ തന്നെ മാത്യു ടി തോമസിനെ കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിച്ചിട്ടും കിട്ടിയിട്ടില്ല, അവർ ഫോൺ എടുത്തിട്ടില്ല. അപ്പോൾ ഇത് ഇനി ഫോൺ എടുക്കുമെന്നും എനിക്ക് തോന്നുന്നില്ല, കാരണം അത്രയും ഗുരുതരമായ കാര്യങ്ങളാണ്. അപ്പോൾ അതായത് ഈ തോട്ടപ്പള്ളി സ്പിൽവേ തുറക്കണം അടിയന്തരമായിട്ട് എന്ന് പല ആളുകളും ആവശ്യപ്പെട്ടു. എല്ലാവരും ആവശ്യപ്പെട്ടെങ്കിലും തോട്ടപ്പള്ളി സ്പിൽവേ തുറക്കാൻ ഈ മന്ത്രി മാത്യു ടി തോമസ് തയ്യാറായില്ല. അത് തുറക്കണ്ട എന്ന് പറഞ്ഞു. അതിന് കാരണം എന്താണെന്നുള്ളതാണ് കെ കൃഷ്ണൻകുട്ടി വേറെ ഒരാളെടുത്ത് പറയുന്ന ആ ശബ്ദരേഖയിലുള്ളത്. അതായത് അത് പറഞ്ഞത് അതായത് തോട്ടപ്പള്ളി സ്പിൽവേ തുറന്നു കഴിഞ്ഞാൽ വെള്ളമെല്ലാം കൂടെ കുത്തൊഴുക്കായിട്ട് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ അപ്പുറത്ത് ഈ ഒരു ബണ്ട് രൂപാന്തരപ്പെടുമല്ലോ, പൊഴി എന്ന് പറയും. അത് തോട്ടപ്പള്ളിയിലെ ആ പൊഴി, അതങ്ങ് ഇപ്പം ആ പൊഴി മുറിച്ച് മാറ്റാൻ ഇങ്ങനെ JCB വെച്ച് ഇങ്ങനെ കോരിക്കൊണ്ടിരിക്കുകയാണ് മണൽ. കരിമണലാണ് മുഴുവൻ.
പവൻ്റെ വിലയാണ് അതിന്, കരിമണലിന് സ്വർണത്തേക്കാൾ വിലയാണ്. അപ്പോൾ അത് ഒരു കമ്പനിക്ക്, മേരി മാത എന്ന് പറയുന്ന ഒരു കമ്പനിക്കാണ് അവിടുത്തെ കോൺട്രാക്റ്റ് കൊടുത്തേക്കുന്നത് ആ മണൽ റിമൂവ് ചെയ്യാൻ. ക്യൂബിക് ഫീറ്റിന് വെറും 62 രൂപയ്ക്കാണ് കൊടുത്തേക്കുന്നത്. അപ്പോൾ ശ്രീ കൃഷ്ണൻകുട്ടിയുടെ ശബ്ദരേഖയിൽ ഈ പറയുന്നത് എന്തെന്നറിയോ, ഈ 62 രൂപയ്ക്ക് കൊടുത്തേക്കുന്ന ആ സാധനത്തിന് ഏറ്റവും കുറഞ്ഞ് 2000 രൂപ വരും. 2000 ഒന്നും അല്ല, 5000-ന് മേളിൽ വരും ക്യൂബിക് ഫീറ്റിന്. അത്രത്തോളം വിലയുള്ള സാധനമാണ് ഇത്. ഈ പറഞ്ഞ ഈ മണൽ ആ കമ്പനിയെ സഹായിക്കാൻ വേണ്ടിയാണ് ഈ ചെയ്തത്. അത് കാരണമുണ്ടല്ലോ യഥാർത്ഥത്തിൽ ഇവിടെ മുങ്ങി, അവിടെ മുഴുവൻ മുങ്ങി, ചേർത്തല ഈ എല്ലാ ഭാഗങ്ങളും മുങ്ങി, വെള്ളത്തിൽ മുങ്ങി. അതിൻ്റെ കാരണം ഈ മേരി മാത എന്ന് പറയുന്ന കമ്പനിയെ, അത് വളരെ വിവാദപരമായ വിഷയങ്ങളിൽ ഏർപ്പെട്ടിട്ടുള്ള ഒരു കമ്പനിയാണ്. അത് വളരെ നിയമപ്രശ്നങ്ങളൊക്കെ നേരിടുന്നുണ്ട് അവർ. ആ കമ്പനിയെ സഹായിക്കാൻ വേണ്ടിയാണ് മാത്യു ടി തോമസ് ഇത് ചെയ്തേക്കുന്നത്. അതിൽ ഏറ്റവും കുറഞ്ഞ ഒരു 300 കോടി രൂപയുടെ എങ്കിലും അഴിമതിയെങ്കിലും കാണും എന്നുള്ളതാണ് ശ്രീ കൃഷ്ണൻകുട്ടി പറഞ്ഞേക്കുന്നത്. ഇത് പുറത്തുവിട്ട ഈ ശബ്ദരേഖ പുറത്തുവിട്ടത്, അപ്പോൾ ബാക്കി ചോദിച്ചാൽ ആരോടാണ് സംസാരിക്കുന്നതെന്നൊക്കെ ചോദിച്ചു. അപ്പോൾ മാത്യു കുഴനാടൻ പറഞ്ഞ് എനിക്കറിയാം ആരോടാണെന്ന്. ജനതാദളിൻ്റെ മറ്റൊരു നേതാവായിട്ടുള്ള ശ്രീ കെ കൃഷ്ണൻകുട്ടിയുമായിട്ട് വളരെ അടുപ്പമുണ്ടായിരുന്ന ഒരു പ്രഭാത് എന്ന് പറയുന്ന ഒരാളെയും കൂടി ഇരുത്തിയാണ് ഈ മുഴുവൻ ഈ വാർത്താ സമ്മേളനം, പത്രസമ്മേളനം മാത്യു കുഴനാടൻ നടത്തിയിട്ടുള്ളത്. എന്നിട്ട് കുഴനാടൻ പറഞ്ഞ് ഞാൻ ഇങ്ങനെയുള്ള അഴിമതികളെ വിളിച്ചു പറയും, എനിക്കിത് മൂലം ഒരുപാട് ഉപദ്രവം ഉണ്ടാവും, എനിക്കെതിരെ അങ്ങ് അഴിമതി ആരോപണങ്ങൾ, എനിക്കങ്ങക്കെതിരെയൊക്കെ ഒരുപാട് കേസുകൾ എടുക്കും, എല്ലാം ഉണ്ടാവും, ഞാനതെല്ലാം നേരിടാൻ തയ്യാറാണ്, ഇനിയായാലും എനിക്കുണ്ടാവും എന്ന് പറയുന്ന മാത്യു കുഴനാടനെ എനിക്ക് വളരെ ഇഷ്ടമാണ്. കാരണം ഇത് പലപ്പോഴും കുഴനാടൻ പറയുന്ന എല്ലാ കാര്യങ്ങളും ശരിയാണ്. കുഴനാടൻ പറഞ്ഞേക്കുന്ന കാര്യങ്ങൾ പലതും നടക്കാതെ പോകും. അത് നടക്കാതെ പോകുന്ന കുഴനാടൻ്റെ കാര്യം കൊണ്ടല്ല, അത് ഈ ഗവൺമെൻറ്റിൻ്റെ ഇടപെടൽ മൂലമാണ് നടക്കാതെ പോകുന്നത്. ഇപ്പോൾ കുഴനാടൻ പുറത്തു വിട്ടേക്കുന്ന അന്ന് ശ്രീമതി വീണ തൈക്കണ്ടിയിൽ, ശ്രീമതി വീണ വിജയൻ്റെ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ആ കമ്പനിയുമായിട്ടുള്ള ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം യഥാർത്ഥത്തിൽ പുറത്തു വിട്ടേക്കുന്നത് മാത്യു കുഴനാടനാണ്. ഇതുപോലെ തുടങ്ങി ഒരുപാട് കാര്യങ്ങൾ. അതിന് കുഴനാടൻ്റെ പേരിൽ എന്താണെന്നറിയോ, കുഴനാടിന് മിച്ചഭൂമിയുണ്ട്, അതുണ്ട്, ഇതുണ്ടെന്നും പറഞ്ഞ് കേസാണ് കുഴനാടിൻ്റെ പേരിൽ. വൈരനിര്യാതന ബുദ്ധിയോടുകൂടി കാണും. കുഴനാടൻ ഇതുപോലുള്ള അഴിമതികൾ വിളിച്ചു പറയും. ഇങ്ങനെയുള്ള നേതാക്കളാണ് നമുക്ക് ആവശ്യം. കാരണം ഇത് മനുഷ്യരെ സംബന്ധിക്കുന്നിടത്താണ്. ഈ മാൻമെയ്ഡ് കലാമിറ്റി എന്നുള്ളത് ഇന്ന് അതേ വാചകം കുഴനാടൻ ഉപയോഗിച്ചപ്പോൾ എനിക്കും വളരെ ഇഷ്ടപ്പെട്ടു. ഇത് മാൻമെയ്ഡ് മനുഷ്യനിർമ്മിതമായ ഒരു ഇടപാടാണ് ഇവിടെ നടന്നത്, അതായത് ദുരന്തമാണ് ഇവിടെ നടന്നത് എന്നുള്ളത് വിളിച്ചു പറഞ്ഞു. ഇത് അക്ഷരാർത്ഥത്തിൽ ഈ പറയുന്നത് ശരിയാണെങ്കിൽ, ഇത് ശ്രീ കൃഷ്ണൻകുട്ടി ഓൺ ചെയ്യുമെങ്കിൽ, മാത്യു ടി തോമസ് ഇതുപോലെ ചെയ്തിട്ടുണ്ടെങ്കിൽ എന്ത് ഗുരുതരമായ തെറ്റാണെന്ന് നോക്കിക്കോളൂ. പ്രളയം ഉണ്ടാക്കുകയാണ്, ഒരു കമ്പനിയെ സഹായിക്കാൻ വേണ്ടി ഒരു നാടിനെ മുക്കുകയാണ് ചെയ്യുന്നത്. ഇതുപോലുള്ള ഇടപാടുകളാണ് ഇരിക്കുന്നത്. അതിനെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ ഇനി ഇവരുടെ റിയാക്ഷൻ വരട്ടെ എന്നാണ് കുഴനാടൻ പറഞ്ഞേക്കുന്നത്. കറക്റ്റാണ്. അല്ലാതെ ആദ്യമേ അങ്ങ് വിളിച്ചു പറഞ്ഞാൽ ഇതിനെല്ലാം ഒരു മറുമരുന്ന് കണ്ടുവെക്കുമല്ലോ, അത് വേണ്ട. അത് വഴിയേ പറയാം. എല്ലാ തെളിവുകളും അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ട് എന്ന് കുഴനാടൻ പറയുന്നു. ഏതായാലും ശരി, കുഴനാടൻ തുറന്നുവിട്ട ഈ ഭൂതം എന്ന് പറയുന്നത് ഒരു വല്ലാത്ത ഒരു സംഭവമാണ്. നമ്മൾ പ്രതീക്ഷിച്ചിരുന്നതല്ല ഇങ്ങനൊരു സംഭവം വെളിയിൽ വരുമെന്ന്. ഞാൻ പറഞ്ഞത് സത്യം എന്നായാലും ശരി പുറത്തു വരും. എത്ര കുഴിച്ചു മൂടിയാലും സത്യം ഒരു നാൾ ആ മണ്ണും എല്ലാം മാറ്റി അത് പുറത്തേക്ക് വരും. ഏതായാലും അങ്ങനെ പുറത്തേക്ക് വന്ന ഒരു സത്യമാണിത്. ഇങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇയാളൊക്കെ യഥാർത്ഥത്തിൽ ഈ രാഷ്ട്രീയ പ്രവർത്തകൻ എന്ന് പറയാൻ പറ്റുമോ? ഇയാളെയൊക്കെ തന്നെ അധികാരത്തിൽ കൊണ്ടുവരണം. എന്നാലേ ഇതുപോലുള്ള ഇടപാടുകൾ വീണ്ടും ഉണ്ടാവുള്ളൂ. അതാണ് നമ്മൾ കാണേണ്ട ഒരു കാര്യം. ഏതായാലും നന്നായി കുഴൽനാടൻ ഈ രീതിയിൽ ഇത് പുറത്തു കൊണ്ടുവന്നത് നന്നായി.